നിങ്ങൾ എന്തായി കാണിച്ചത്? ഇദ്ദേഹത്തിന്റെ മാനസികവും ശാരീരികമായ അവസ്ഥ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്താ സംഭവിച്ചത്? ഡോക്ടർ, അത് സാറേ, ഞാൻ എന്റെ മോളെ ഒന്ന് കാണാൻ വന്നതാ. സാർ അവളെ ഒന്ന് വിളിക്കും. എന്താ സാറ് വിളിക്കാത്ത? എന്താ എന്റെ മോളെ വിളിക്കാത്തതെന്ന്? സാറേ, എന്റെ മോളെ എവിടെയാ സാർ? സാറ് എന്റെ മോളെ അന്വേഷിക്കാൻ വന്നതാണ്. അവൾ എവിടെ പോയതാ സാറേ? പരമേശ്വരൻ സാറേ, പറയൂ, എന്റെ മോളെവിടെ? തിരുമേനി, സത്യമാണ്. പ്രിയങ്ക ഇനിയില്ല. സ്വന്തം മോള് ഞങ്ങളെ വിട്ടുപോയാലേ അച്ഛനെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഐ എം റിയലി സോറി. തൽക്കാലം തിരുമേനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുത്തോളൂ. ഡോക്ടർ, നിങ്ങൾ പുറത്തേക്ക് വരും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ചത്തു കിടന്ന കഴുകന്മാര് പോലും നോക്കാറില്ല. നിന്നെ കൊണ്ട് അതിനെ പറ്റൂ. എന്റെ മക്കള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് പറഞ്ഞത് തന്നെയാ. അതുകൊണ്ട് അവരെ പോലീസ് പിടിക്കും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ ഒരാളും കരുതണ്ട. പിന്നെ ശവശരീരം രഹസ്യമായി കത്തിച്ചതിന്റെ പേരിലാണ് ഇവരകത്ത് പോകുന്നുണ്ടെങ്കിലേ നിന്റെ ഭർത്താവും ഉണ്ട് കൂട്ട്. വെറുതെ തീക്കൊള്ളി വെച്ച് തല ചൊറിയല്ലേ മോളെ? ഓ, വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് കോട്ട കെട്ടി ഇവിടെ ഇരുന്നോ. അവസാനം ആരെങ്കിലും വന്ന് ഈ കോട്ട തകർക്കും. അകത്ത് കയറി കുറ്റം ചെയ്തവരാരാണെങ്കിലും അവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. വാചറിയുന്നു. സൂക്ഷിക്കേണ്ടതേ ഇവരെയാടാ. ഒന്നും പറ്റിയില്ലെങ്കില് ഇവര് തന്നെ നിന്നെ ഒറ്റിക്കൊടുക്കും. അതിന് അവരിൽ നിന്ന് നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മുത്തശ്ശി. പിന്നെന്താ? എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ, അല്ലേ ഏട്ടാ? എനിക്കൊരു പരിഭ്രമമില്ല. പ്രിയങ്കയുടെ കേസ് നല്ല രീതിക്ക് അന്വേഷണം നടക്കണം തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അവളെ കൊന്നത് ആരായാലും അവര് വെളിച്ചത്ത് വരണമല്ലോ. തിരുമേനി, ഡോക്ടർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താണ്? മരണത്തോടെത്തിയ എന്നെ ജീവൻ തന്ന് പിടിച്ചു കയറ്റിയത് അങ്ങാണ്. പക്ഷെ ഇപ്പോ എനിക്ക് ഈ ജീവൻ വേണ്ട. ഇതിനു വേണ്ടിയാണ് ഈശ്വര നീ എനിക്ക് ജീവൻ തിരികെ തന്നത്. എന്റെ മോള് പോയി സാറേ, കത്തിക്കരിഞ്ഞ് ഇല്ലാണ്ടായി. അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും?
തിരുമേനി മരണം ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ. ദൈവത്തിന്റെ തൊട്ടടുത്തേക്കുന്ന അങ്ങ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ. അപ്പോ മനസ്സിലായി സാർ. വിധിയാണ്, എല്ലാം സഹിക്കണം അല്ലേ സാറേ? കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. പട്ടിണിയുടെ തൊട്ടടുത്തുകൂടിയാ നിത്യേനെ കടന്നു പോകുന്നത്. ആകെ കൂടി എന്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാ എന്റെ മക്കള്. അതാണ് ഉത്തരം. അതിലൊരാളെയാ മരണം കൊണ്ടുപോയി, ഒന്ന് കാണാൻ പോലും പറ്റാതെ. അവര് അങ്ങയുടെ നന്മയല്ലേ ഉദ്ദേശിച്ചത്? വേണ്ട സാർ, ആ വാക്ക് എനിക്ക് ഒട്ടും കേൾക്കണ്ട. അവസാനമായിട്ട് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമായിരുന്നു. അത് നിഷേധിച്ചവരുടെ ഒരു നന്മയെക്കുറിച്ചും അങ്ങ് പറയണ്ട. എന്റെ ദൈവമേ, ഈ വേദനയൊന്നും തൊട്ട് തീണ്ടാതെ എന്നെ അങ്ങ് വിളിക്കണേ. എന്താ ദേവേട്ട ഇങ്ങനൊന്നും പറയല്ലേ. അതേ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. എൻ്റെ കൂടെ ഒന്ന് വരൂ സിസ്റ്റർ, നോക്കൂ.